ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വലിയ സന്തോഷത്തോടെ രോഹൻ ഇങ്ങോട്ട് വരുമ്പോൾ ദീപക് അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് വഴി അങ്ങ് തടയുവാണ്. എന്താ ദീപക്കെ, എന്തു പറ്റി? തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താടാ, നിനക്കറിയില്ലേ? അപ്പോൾ പെട്ടെന്ന് രോഹൻ ഒരു കളിയാക്ക് പോലെ, അയ്യോ ദീപക്കിന് പനിക്കുന്നുണ്ടോ, നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ, കൈയിടാ ദേഹത്തുനിന്ന് ചെറ്റെ എന്നും പറഞ്ഞ് കൈ തട്ടി അങ്ങ് മാറ്റുവാണ്. രോഹൻ വീണ്ടും ദീപക്കിനെ ചൊറിയുവാണ്. എന്തിനാ ദീപക്കെ ടെൻഷൻ അടിക്കുന്നത്? എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ. ഒന്നുമല്ലെങ്കിലും നമ്മൾ കളിക്കൂട്ടുകാരല്ലേ ദീപക്കെ? പിന്നെ കളിക്കൂട്ടുകാർ. ചെറുപ്പത്തിലെ നീ എനിക്കൊരു തലവേദനയായിരുന്നടാ. വീണ്ടും എന്തിനാടാ നീ ഇങ്ങനെ വന്ന് എനിക്ക് വട്ടം നിൽക്കുന്നത്? അയ്യോ ദീപക്കെ, ഞാനപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണോ പ്രശ്നം? ദീപക്കിന് വിഷമമാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. എടാ, വെറുതെ പൊട്ടം കളിക്കരുത്. നിനക്ക് നല്ലതുപോലെ അറിയാം. നീയാണ് എൻ്റെയും ഋതികയുടെയും ഇടയ്ക്ക് നിൽക്കുന്നതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ദീപക്കെ, അതിന് ഋതികയ്ക്കും തനിക്കും എന്താ ഉള്ളത്? തൻ്റെ ജീവിതത്തിൽ ഇനി ഋതിക ഇല്ല മാഷേ. താൻ ദിവ്യയെ കല്യാണം കഴിച്ചില്ലേ? ഇനി താൻ ആ ദിവ്യയും കുഞ്ഞിനെയൊക്കെ നോക്കി സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചോ. എന്തിനാ ദീപക്കെ ആ പാവം ഋതിക ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ, ഋതിക എൻ്റെ മുറപ്പെണ്ണ. എൻ്റെ ദൈവമേ, ഞാൻ ഇതിനൊക്കെ എന്തു മറുപടി പറയാനാടോ ദീപക്കെ? എടോ, തനിക്ക് ദീപക്ക് തൻ്റെ മുറപ്പെണ്ണാണെന്ന് എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ താൻ ആ ദിവ്യ, അയ്യേ എനിക്ക് പറയാൻ പോലും വയ്യ. നീ എന്താ ദീപക്കെ ഇങ്ങനെയായിപ്പോയി? അതേടാ, ദീപക്ക് ഇങ്ങനെ തന്നെയാടാ. മോനെ രോഹ, ഇത് കളി വേറെയാ. ചെറുപ്പത്തിൽ ഒന്നും രണ്ടും പറഞ്ഞേ ഓടിക്കളിച്ചപ്പോഴേ തല്ലുകൂടിയതുപോലല്ല. ഞാൻ പറയുന്നതനുസരിച്ച് നീ ഒഴിഞ്ഞു പൊയ്ക്കോണം. ഋതികയുണ്ടല്ലോ, നീ എന്നേക്കോട്ടങ്ങ് മറന്നേക്കണം. നീയോ നിൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തിയേക്കരുത്. ദീപക്കിനറിയില്ലല്ലോ, ദീപക്കിനേക്കാളും മഹാചെറ്റയും മഹാപോക്രിയുമാണ് ഈ രോഹനെന്ന്. എന്താടാ നീ മിണ്ടാതെ നിൽക്കുന്നത്? നിനക്ക് വാണിംഗ് തരുന്നതേ ഈ ദീപക്ക. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചോണം. രോഹൻ ഒരു കളിയാക്കലോടെ, താൻ എന്താടോ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കടുപ്പിച്ച് സംസാരിക്കുന്നത്? ദേ, ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കടുപ്പിച്ച് സംസാരിക്കുന്നത്. താൻ വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ എൻ്റെ വല്യച്ഛനോട് പറഞ്ഞു കൊടുക്കും. അയ്യേ, നേഴ്സറി പിള്ളേരെ പോലെ നീ അഭിനയിക്കുന്നോടാ. ഇത്രയും പേടിയൊക്കെ ഉണ്ടോടാ നിനക്ക്? എങ്കിൽ പിന്നെ നീ എന്നോട് എന്തിനാടാ മുട്ടാൻ വരുന്നത്? രോഹൻ പൊട്ടിച്ചിരിച്ചോണ്ട് പറയുക. എടോ, താൻ അതങ്ങ് വിശ്വസിച്ചോടൂ. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ഋതികയെ വിവാഹം കഴിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമുണ്ടല്ലോ, അത് ഞാൻ മറക്കാനും പോകുന്നില്ല. ദീപക്കെ, ഞാൻ പറയാമല്ലോ, തനിക്ക് ഋതിയെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ സത്യം പറയാമല്ലോ, എനിക്ക് തന്നോട് ഒരു സഹതാപവും തോന്നുന്നില്ല. ഞാനെടുത്ത ഈ തീരുമാനത്തോട് എനിക്ക് ഒട്ടും കുറ്റബോധവും തോന്നുന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം ദീപക്കെ, താനിങ്ങനെ ദേഷ്യപ്പെട്ട് BP ഒക്കെ കൂട്ടി വെറുതെ ആരോഗ്യം നശിപ്പിച്ച് കളയല്ലേ. ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ച് ഒന്ന് ഫ്രഷ് ആകടോ എൻ്റെ സ്വീറ്റ് ബോയ്. അവൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ കണ്ടിട്ട് ദീപക്കിന് കലി കൊണ്ടിങ്ങനെ വിറയ്ക്കുവാണ്. ഒറ്റ തൊഴിക്ക് ചവിട്ടിക്കൂട്ടി മൂലക്കിരുത്തണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മാവനോട് ഉണ്ടല്ലോ. പ്രതാപൻ രോഹനെയും കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുവാണ്. അവിടെ രാജുവും കൂടെയുണ്ട്. രാജു ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തത് കണ്ടിട്ട് രോഹൻ ചോദിക്കുന്നു, താനെന്താ ഇരിക്കുന്നില്ലേ? രാജു പറയുന്നു, വേണ്ട, ഞാനിവിടെ നിന്നോളാം. അത് പറ്റില്ല, രാജു കൂടെ ഇരിക്കണം. ഈ വീട്ടിലെ ഓൾ ഇൻ ഓളായ രാജു ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്നാലേ ഞാനും അങ്ങ് എഴുന്നേക്കും എന്നൊരു അഭിനയം അങ്ങോട്ട് കാഴ്ചവെക്കുവാണ് രോഹൻ. അയ്യോ വേണ്ട സാർ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, രാജു ഇരുന്നേ പറ്റൂ. രാജു വിഷമത്തോടെ പ്രതാപനെ നോക്കുന്നുണ്ട്. ഉടനെ പ്രതാപനും പറയുന്നുണ്ട്, ഇരിക്ക് രാജു, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ചേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ പ്രതാപൻ നിർബന്ധിക്കുമ്പോൾ രാജു അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഋതികയും യാമിനിയും കൂടെ അവർക്ക് വിളമ്പാനുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഋതിക സന്തോഷത്തോടെ പ്രതാപന് ഭക്ഷണം വിളമ്പിയിട്ട് അതേ സന്തോഷത്തോടെ തന്നെ രാജുവിനും വിളമ്പുവാണ്. രാജു, മതി മേഡം, പറ്റില്ല, കുറച്ചുകൂടെ കഴിക്കണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കുറച്ചുകൂടെ ഭക്ഷണം ഇങ്ങനെ ഋതിക രാജുവിൻ്റെ പ്ലേറ്റിലോട്ട് ഇടുവാണ്. എന്നിട്ട് യാതൊരു താല്പര്യമില്ലാത്ത മുഖത്തോടെ രോഹനും പോയി ഭക്ഷണം വിളമ്പുന്നു. രോഹൻ ഇങ്ങനെ ഋതികയെ തന്നെ നോക്കുവാണ്. ഋതിക രാജുവിനോട് പറയുന്നത്, രാജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. രാധമ്മ ഉണ്ടാക്കുന്ന അത്രയൊന്നും പറ്റിയിട്ടില്ല.
ശാന്തമ്മ ഉണ്ടാക്കുന്ന പോലെ നാരങ്ങാനീരും ഒക്കെ ചേർത്താണ് ഞാൻ ഈ തോരനുണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഹൃദയ വാതോരാതെ സംസാരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ രാജുവിനിങ്ങനെ ഭക്ഷണം വിളമ്പുവാണ്. ഇതൊക്കെ രോഹൻ നോക്കിയിട്ട് അവനങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ വയ്യാതെ അവനിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുവാണ്. രാജു രോഹൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ രോഹൻ ഇങ്ങനെ ദേഷിച്ച് പല്ലും കടിച്ച് രാജുവിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ ഒരുത്തന്നെ ഇവിടെ ഇരിക്കുന്നെന്നുള്ള ഒരു ശ്രദ്ധ പോലും അവൾക്കില്ല. കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം രാജുവിന് വിളമ്പി കൊടുക്കാനായിട്ട്. എന്നെ മനഃപൂർവ്വം വിളിച്ചിരുത്തി അപമാനിക്കുവാണെന്ന് തോന്നുന്നു ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ. എന്നിട്ടോ അവൾ വെറും ഒരു പിയായ അവനാണ് കെയറും സാമീപ്യവും കൊടുക്കുന്നത്. ഇവനും എൻ്റെ ശത്രു തന്നെയാണ്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇവനെ ഇവിടെ പിടിച്ചിരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചോറിഞ്ഞരടിക്കൊണ്ടിരിക്കുന്ന രോഹനെ കണ്ടിട്ട് പെട്ടെന്ന് പ്രതാപൻ, അയ്യോ മോളെ രോഹന് കറി വിളമ്പി കൊടുക്ക്. അപ്പോഴങ്ങോട്ട് അംബികയും മകനും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അംബികയും ദീപക്കിനെയും കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രാജുവിന് വല്ലാത്തൊരു വിഷമമായി. അവർ രണ്ടുപേരും ഇരിക്കാതെ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് പ്രതാപൻ പറയുന്നു, അല്ല ചേച്ചി ഇരിക്കുന്നില്ലേ? പെട്ടെന്ന് ദീപക്ക് അങ്ങ് ഇരുന്ന് അംബിക അവിടെ നിൽക്കുവാണ്. അംബിക രാജുവിനെ നോക്കിയിട്ട് പറയുക, വേണ്ട പ്രതാപ, പരിചയമില്ലാത്ത ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇരിക്കാൻ തോന്നുന്നില്ല. ഓരോരുത്തർക്കായിട്ട് ഓരോ സ്ഥാനങ്ങളല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. രാജുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ഹൃദയയ്ക്കും പ്രതാപനും യാമിനിക്കും എല്ലാം മനസ്സിലായി. ചോറിങ്ങനെ വാരി ഉണ്ടോണ്ടിരുന്ന രാജുവിന് ഭയങ്കര സങ്കടവും അപമാനവുമായി. ഞാനിപ്പോൾ ഇവിടെ ഒരു അധികപ്പറ്റ പ്രതാപ, ഇങ്ങനെ ഒരു അധികപ്പറ്റാകാൻ ഈ അംബികയെ കിട്ടില്ല. അത് കേട്ടിട്ട് രാജു സങ്കടത്തോടെ ആ ചോറിൻ്റെ മുന്നിൽ നിന്നങ്ങ് എഴുന്നേക്കുവാണ്. രണ്ടും കൽപ്പിച്ച് ഹൃതിയെ അങ്ങോട്ട് ധൈര്യത്തോടെ പറയുക, രാജു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. മേഡം അത് ഇരിക്കാനല്ലേ ഞാൻ രാജുവിനോട് പറഞ്ഞത്, ഇരുന്നേ എന്നും പറഞ്ഞ് ഹൃതിക രാജുവിൻ്റെ കൈക്ക് പിടിച്ച് അവിടെ ഇരുത്തുവാണ്. ഹൃതിക അങ്ങനെ ചെയ്യുമെന്ന് അംബിക ഒട്ടും പ്രതീക്ഷിച്ചില്ല. അംബിക വിചാരിച്ചത് ആ ആഹാരത്തിൻ്റെ മുന്നിൽ നിന്നും രാജുവിനെ അപമാനിച്ചിറക്കി വിടാമെന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ദേഷ്യത്തോടെ അംബിക ഹൃതികയെ ഒന്ന് നോക്കിയിട്ട് നടന്നങ്ങ് പോവുകയാണ്. എല്ലാവരുടെയും കൂടെ ഇരുന്ന് പോയില്ലേ, ഇനി ആഹാരം കഴിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ദീപക്ക് വയ്യായിരിക്കുക, ഇവളെ കൊണ്ട് എനിക്കും ഒന്ന് ആഹാരം വിളമ്പിക്കുക, ഹൃതികയെ എനിക്കിങ്ങോട്ട് ചോറുതാ എന്ന് പറയുമ്പോൾ ഹൃതിക ദീപക്കിനും ആഹാരം വിളമ്പി കൊടുക്കുന്നുണ്ട്. ദീപക്കിൻ്റെ കൂട്ടുകാരൻ ദീപക്ക് പറഞ്ഞതനുസരിച്ച് എന്തോ മയക്കുമരുന്ന്, കഞ്ചാവോ എന്തോ അറിയില്ല, ആ സാധനമൊക്കെ കൊണ്ടുവന്ന് ദീപക്കിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഭാഗ്യം കൃത്യസമയത്ത് ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ ദീപക്ക് രോഹൻ്റെ കാറിലോട്ട് ആ മയക്കുമരുന്ന് വെക്കുവാണ്. നീ ഇനി ഒരു 5-6 വർഷം ജയിലിൽ കിടന്ന് ചപ്പാത്തി തിന്നട എന്നും പറഞ്ഞ സന്തോഷത്തോടാണ് ദീപക്ക് ആ ബാഗ് അതിനകത്തോട്ട് കയറ്റി വെക്കുന്നത്. എന്നിട്ട് ആൻറ്റി നാർക്കോട്ടിക് ഇൻസ്പെക്ടർ നീരജ് സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഊണൊക്കെ കഴിഞ്ഞിട്ട് രോഹൻ പ്രതാപനോട് പറയുന്നു, സത്യം പറയാലോ അങ്കിളെ, ഇത്രയും നല്ല ടേസ്റ്റുള്ള ഊണ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. യാമിനി ആൻറ്റിയുടെയും ഹൃതികയുടെയും കൈപുണ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളേ ഇല്ല. പ്രതാപൻ പറയുക, ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന യാമിനിയ, ഹൃതികയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയത്തേ ഇല്ലായിരുന്നു. ഹൃതികയെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് രാജുവിൻ്റെ അമ്മ രാധമ്മയാണ്. അത് പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കണ്ടിരുന്നു. രാജുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഹൃതികയ്ക്കുള്ള പ്രത്യേക താല്പര്യം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാണ്. രാജുവിൻ്റെ വീട്ടുകാരും ഹൃതികയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുമെന്ന്. രോഹൻ്റെ ആ മൊനവച്ചുള്ള സംസാരം മനസ്സിലാക്കിയിട്ട് പ്രതാപൻ പറയുന്നു, രോഹന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഇവരിതിനു മുമ്പ് ഒരു വിവാഹ നാടകമൊക്കെ കളിച്ചതാ. കുറച്ചുനാൾ അങ്ങനെ ഹൃതിക രാജുവിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് രാധമ്മ പാചകമൊക്കെ പഠിപ്പിച്ചതാ. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ചേർന്ന് എന്നെ കുറേ വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടുള്ളതാ. അറിയാം അങ്കിളെ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. രാജു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഒരു വലിയ പ്രശ്നത്തിൽ നല്ലയോ ഹൃതികയെ രക്ഷിച്ചത്. അതിനുള്ള നന്ദി ഞാൻ ഇപ്പം പറയുക. മഹാകള്ളൻ. എല്ലാം അറിഞ്ഞിരുന്നോണ്ട്, ഹൃതികയും രാജുവും തമ്മിലുള്ള പ്രേമമെല്ലാം അറിഞ്ഞിരുന്നോണ്ടാണ് അവൻ്റെ ആ അഭിനയം. എനിക്കങ്ങനെ നന്ദി വാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല രോഹൻ സാറേ എന്ന് രാജു പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇവനങ്ങനെ ആരുടെയും നന്ദി വാക്കും പ്രശംസയും ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. പിന്നെ അതെനിക്ക് മനസ്സിലായ കാര്യമല്ലയോ അങ്കിളെ. അംബിക അങ്ങോട്ട് വന്ന് പറയാ, പ്രതാപ, രോഹന് വളരെ തിരക്കുള്ള ആളല്ലേ, എന്താ പോകാൻ സമയമായില്ലേ? അയ്യോ ശരി അങ്കിളെ, എനിക്ക് പോകാൻ സമയമായി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അങ്കിളെ. എന്താ രോഹൻ ഇത്ര തിരക്ക്? ചേച്ചി ചുമ്മാതെ കാഷ്വലായിട്ട് ചോദിച്ചെന്നേ ഉള്ളു. ദീപക്ക് അങ്ങോട്ട് വന്നിട്ട് പറയാം, എന്തിനാ അമ്മാവ നിർബന്ധിക്കുന്നത്? അവൻ ഒരുപാട് തിരക്കുള്ള ആളല്ലേ, അപ്പോഴാൻ പോകട്ടെ. ദീപക്ക് രോഹനെ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, നീ ഈ പോക്ക് പോയാൽ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോഴാ സമയത്ത് പ്രതാപന് CMൻ്റെ ഓഫീസിൽ നിന്നൊരു കോള് വരുന്നുണ്ട്. ഞാൻ ഉടനെ എത്തിയേക്കാം, കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ്. രോഹൻ, എനിക്ക് അത്യാവശ്യമായിട്ട് CM വിളിച്ചിട്ടുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിലേ ഞാനും ഇറങ്ങുവാ.
അങ്ങനെ വലിയ സന്തോഷത്തോടെ ദീപക്ക് രോഹനെ പൂട്ടാനുള്ള പണിയൊക്കെ ഒപ്പിച്ചിട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ അവൻ വെച്ച ബാഗ് പ്രതാപൻ്റെ കാറിലാണ് ഇരിക്കുന്നത്. ദൈവമേ, ഞാനിത് രോഹൻ്റെ കാറിലാണല്ലോ വെച്ചത്. ഇത് എങ്ങനെ അമ്മാവൻ്റെ കാറിൽ വന്ന്? ഇവനെങ്ങാണോ ഇത് കണ്ടോണ്ട് എടുത്ത് മാറ്റിവെച്ചതാണോ? ഞാനിനി എന്തു ചെയ്യും? ദൈവമേ, ആ ഇൻസ്പെക്ടർക്ക് ഞാൻ ആ വിവരങ്ങളും വിളിച്ച് പറഞ്ഞതാണല്ലോ. കാറിൻ്റെ നമ്പരും എല്ലാം പറഞ്ഞ് വിളിച്ചും പറഞ്ഞു പോയല്ലോ. ദീപക് ഓടി വന്നിട്ട് പ്രതാപനോട് പറയുക, അമ്മാവൻ ഇപ്പോൾ പോകണ്ട. എന്താടാ നീ പറയുന്നത്? എടാ, എനിക്ക് അർജൻറ്റായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിനക്കിതെന്താ പറ്റിയത്? എനിക്ക് പോകണം, നീ അങ്ങോട്ട് മാറി നിന്നേ. അമ്മാവൻ ഈ കാറിൽ പോകണ്ട. അതെന്താടാ ഞാൻ ഈ കാറിൽ പോയാൽ? അമ്മാവ, ഈ കാറ് സർവീസിന് കൊടുക്കാൻ സമയമായി. വർമ്മയെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ കാറിൽ പോകാമെന്നേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല രോഹൻ. അങ്കിളിന് CMൻ്റെ ഓഫീസിലല്ലേ പോകേണ്ടത്. ഞാൻ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. സാറേ, സമയമായെന്ന് രാജു പറയുമ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ. ദീപക്കപ്പം മനസ്സിൽ പറയുന്നത്, അപ്പോൾ രോഹനായിരിക്കത്തില്ല ഈ സാധനം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചത്. അങ്ങനെയാണെങ്കിൽ അവൻ ഈ കാറിൽ പോകാൻ നിർബന്ധിക്കത്തില്ലല്ലോ. ഇനി രാജു എങ്ങാണോ ആയിരിക്കുമോ? എന്തായാലും പിടിവീഴുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവരെല്ലാവരുടെ കാറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ രോഹൻ്റെ കാറിൻ്റെ വീലിലെ കാറ്റ് പോയിരിക്കുന്നു. അയ്യോ, ഇത് പഞ്ചറായെന്നാ തോന്നുന്നത് അങ്കിളെ. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് രാജു പറയുന്നു, കുഴപ്പമില്ല രോഹൻ സാറേ, വർമ്മ സാറിന് പെട്ടെന്ന് CMൻ്റെ ഓഫീസിലെത്തണ്ട. അതുകൊണ്ട് സാറിൻ്റെ കാറിൽ തന്നെ പോകട്ടെ. ദീപക് അവിടെ നിന്ന് വെപ്രാളം പിടിക്കുവാണ്. ദൈവമേ, ആകെ കുഴപ്പമായല്ലോ. സാറ് പോയിട്ട് വാ, സാറിൻ്റെ കാറ് ഞാൻ സർവീസിന് കൊടുക്കാം എന്നിങ്ങനെ രാജു പറയുന്നുണ്ട്. പ്രതാപവർമ്മയെ അങ്ങനെ മയക്കുമരുന്ന് വെച്ച കാറിൽ അങ്ങോട്ട് യാത്ര ചെയ്യുവാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനെ പോലീസ് പിടിക്കുവോ? അതിനു മുമ്പ് ദീപക് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുവോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.